സോഷ്യൽ മീഡിയ സജീവമായി ഉപയോഗിക്കുന്നവർക്ക് പരിചിതമായ മുഖമാണ് ഗൗരി സിജു മാത്യൂസിന്റെ. ന്യൂഡ്, സെമി ന്യൂഡ് ഫോട്ടോഷൂട്ടുകളുടെയും വീഡിയോയിലൂടെയും ഗൗരി സിജി ചർച്ചയായി മാറിയത്. നഗ്നദൃശ്യങ്ങൾ ചിത്രീകരിച്ച് 18+ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവെക്കാറുള്ള ഗൗരി സിജി നഴ്സിംഗ് ജോലി ഉപേക്ഷിച്ചാണ് ഫോട്ടോഷൂട്ടിലേക്ക് ഇറങ്ങിയത്. 5 ലക്ഷത്തിന് അടുത്ത ആളുകളാണ് ഗൗരിയെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഇതുവരെയുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ച് നൽകിയ അഭിമുഖത്തിൽ മനസ്സ് തുറന്നിരിക്കുകയാണ് ഗൗരി സിജി. കുട്ടിക്കാലം മുതൽ മാറ്റിനിർത്തലുകൾ താൻ അനുഭവിക്കേണ്ടെന്നും സർജറിക്ക് വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റായപ്പോൾ കൂടപ്പിറപ്പ് പോലും സഹായത്തിനുണ്ടായിരുന്നില്ലെന്നും ഗൗരി സിജി പറയുന്നു. അവൾ ഇങ്ങനത്തെ ജോലിയല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വീട്ടുകാർ എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ നിന്ന് അങ്ങനൊരു അനുഭവം ഇല്ല. ചെറുപ്പത്തിൽ എന്നെ കാണാൻ ഭംഗിയില്ലായിരുന്നു. അന്ന് ഇത്രയും കളറുമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ചേച്ചി അന്ന് സുന്ദരിയായിരുന്നു. മാമാട്ടിക്കുട്ടിയമ്മ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. എന്നെ കാണാൻ കൊള്ളില്ലായിരുന്നു. പല്ല് പൊന്തിയിട്ടുണ്ടായിരുന്നു. അച്ഛന് പോലും സ്നേഹക്കൂടുതൽ മൂത്ത മകളോടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും എൻ്റെ ചേച്ചിയോടായിരുന്നു സ്നേഹക്കൂടുതൽ. പക്ഷേ അതിൽ എനിക്ക് വിഷമം വലുതായി തോന്നിയിട്ടില്ല. കാരണം ചേച്ചി ഭംഗിയുള്ള ആളായിരുന്നു. ചെറുപ്പം മുതൽ മാറ്റി നിർത്തിപ്പെട്ടിട്ടുണ്ട്. പുത്തനുണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മളോട് ഇഷ്ടമാണ്. പൈസ ഇല്ലെങ്കിൽ പട്ടിയുടെ മുന്നിൽ പോലും നമുക്ക് വിലയുണ്ടാവില്ല. പണമാണ് ആൾക്കാർക്ക് മുഖ്യം. എൻ്റെ ബാങ്ക് ബാലൻസ് ഇപ്പോൾ സീറോയാണ്. എൻ്റെ പേരിൽ ഒരു 2 സെന്റ് ഭൂമി പോലുമില്ല. എൻ്റെ പള്ളിയിൽ ഞാൻ പോകാറില്ല. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. പക്ഷേ മറ്റു പള്ളികളിലും അമ്പലങ്ങളിലും പോകാറുണ്ട്. അവിടെയൊന്നും എനിക്ക് വിലക്കില്ല. ബിക്കിനി ഇടുന്ന നീ ഇങ്ങോട്ട് വരരുതെന്നും ആരും എന്നോട് പറഞ്ഞിട്ടുമില്ല. എല്ലാ മതക്കാരെയും വിശ്വാസമുള്ള ആളാണ് ഞാൻ. ആരെ നേർച്ച ചോദിച്ചു വന്നാലും അതും കൊടുക്കാറുണ്ട്. മരിച്ചവർ എന്നെ ശ്മശാനത്തിൽ അടക്കിയാൽ മതിയെന്ന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. 10,000 രൂപ മുടക്കിയാലും അവിടെ അടക്കിയാൽ മതിയെന്ന് ഞാൻ പറയാറുള്ളത്. എൻ്റെ പള്ളിയിലെ സെമിത്തേരിയിൽ അടക്കരുതെന്നും ഞാൻ പറയാറുണ്ട്. എനിക്ക് താല്പര്യമില്ല അത്. ഞാൻ ബിക്കിനി ഇടുന്ന ആണല്ലോ. അതുകൊണ്ട് എന്നെ അവിടെ അടക്കിയിട്ട് ഒരു മോശം പേര് വരണ്ടല്ലോ. അടക്കിയിട്ട് വീണ്ടും കുഴിയിൽ നിന്ന് പൊക്കിയെടുക്കേണ്ട അവസ്ഥ വരണ്ടല്ലോ. നടന്നു പോകുമ്പോൾ വഴിയിൽ ഞാൻ വീണു മരിച്ചാലും എൻ്റെ ശവസംസ്കാരത്തിനുള്ള 10,000 രൂപയ്ക്കുള്ള ആഭരണങ്ങൾ എൻ്റെ ദേഹത്തുണ്ട്. അതിലേതെങ്കിലും വിറ്റാൽ 10,000 രൂപ കൂടുതൽ കിട്ടും. ബന്ധുക്കളൊന്നും എൻ്റെ ശവസംസ്കാരത്തിന് വരണമെന്ന് ഞാൻ പറയില്ല. അവർ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ആരും വരണമെന്ന് എനിക്കില്ല. സോഷ്യൽ മീഡിയ കാണുന്ന ഞാനല്ല നേരിൽ കാണുമ്പോൾ ആളുകളുടെ കമൻറ്റിൽ ഞാൻ ജീവിതത്തിൽ പറയുന്നത്. ഒരാളുടെ വിശപ്പ് മാറ്റാനോ പണം ആവശ്യമുള്ളത് ഒരു 10 രൂപയെങ്കിലും കൊടുക്കണോ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ്. ബിക്കിനിയുടെ പേരിൽ എന്നെ മോശം പറഞ്ഞാൽ ഞാൻ അത് ചെവിക്കൊള്ളില്ലെന്നും ഗൗരി പറയുന്നു. 2 വർഷം മുമ്പ് എൻ്റെ യൂട്രസിൽ 4 മുഴയുണ്ടായിരുന്നു. അന്ന് ഞാൻ ആശുപത്രിയിൽ ചികിത്സയിൽ കിടന്നപ്പോൾ ആരും എനിക്കൊപ്പം വരാൻ തയ്യാറായില്ല. കാല് തളർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. കാൽമുട്ടിൽ കുറേ നാളുകളായി വേദനയുണ്ടായിരുന്നു. മാത്രമല്ല 4 മുഴകൾ ഒന്ന് പൊട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷനും വന്നു. കഴുത്തറ്റം വരെ എത്തിയിരുന്നു. പനി വന്നതൊന്നും കാര്യമാക്കിയിരുന്നില്ല. കൂടിയപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റായി. പക്ഷേ മാറാൻ വസ്ത്രമോ നയാ പൈസയോ ഉണ്ടായിരുന്നില്ല. കീഹോൾ സർജറി ആയിരുന്നു. എന്നെ ആശുപത്രിയിൽ കൊണ്ടുവന്ന ഡ്രൈവറുടെ കയ്യിൽ സ്വർണം കൊടുത്ത് പണയം വെക്കാൻ ഏൽപ്പിച്ചു. ആശുപത്രിയിൽ അഡ്മിറ്റാകുമ്പോൾ വീട്ടുകാരെ അറിയിച്ചെങ്കിലും ഒപ്പം വരാൻ ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ എറണാകുളത്തുള്ള ഒരു ചേച്ചിയാണ് എനിക്ക് സഹായമായി ഒപ്പം കൂട്ടിയത്. മാതാപിതാക്കൾക്കും കൂട്ടുകുറുപ്പിനും ബന്ധുക്കൾക്കും ഉണ്ടായിട്ടും സർജറിക്ക് എനിക്ക് വേണ്ടി ഒപ്പിട്ടത് എൻ്റെ സഹായം നിന്ന ചേച്ചിയാണ്. ആപത്ഘട്ടത്തിൽ മാതാപിതാക്കൾ മക്കൾക്കൊപ്പം നിന്നാൽ അവർക്കുണ്ടാകുന്ന സന്തോഷം വലുതാണ്. പക്ഷേ എനിക്കൊപ്പം മാതാപിതാക്കൾ ഉണ്ടായിരുന്നില്ല. എല്ലാവരും എന്നെ മാറ്റി നിർത്തി. സെക്സ് വർക്കിന് വേണ്ടിയാണ് ഗൗരി സിജി ദുബായിൽ എത്തിയെന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ച് ചിലർ പണം തട്ടിയ വിഷയത്തെക്കുറിച്ചും ഗൗരി സിജി പ്രതികരിച്ചു. സെക്സ് വർക്കിന് വേണ്ടി ഞാൻ ദുബായിൽ ചെന്നിട്ടുണ്ടെന്ന് ആരോ ഒരു മനുഷ്യനെ പറഞ്ഞു പറ്റിച്ചു. അടുക്കളക്കാരി ജാനു എന്ന കഥാപാത്രത്തിൻ്റെ ഫോട്ടോ ഇല്ലായിരുന്നു അതിനുള്ള പരസ്യത്തിനായി അവർ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ അയാൾ 5 ലക്ഷം രൂപ കൊടുത്തു. പറ്റിക്കപ്പെട്ടെന്ന് പിന്നീട് പുള്ളി തന്നെയാണ് എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞത്. അടുക്കളക്കാരി ജാനുവിനെ കിട്ടാൻ അയാൾ 5 ലക്ഷം രൂപ കൊടുത്തു. 4-5 കൊല്ലം മുമ്പ് നടന്ന കഥയാണിത്. 5 ലക്ഷം തരാൻ കൂടെ വരാമോ എന്ന് ചോദിച്ചാൽ ഒരു കോഫി കുടിക്കാൻ ഞാൻ വരാമെന്ന് പറയും. അല്ലെങ്കിൽ ആരുടെയെങ്കിലും വിവാഹം നടത്തി കൊടുക്കാൻ പറയും. മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ വരില്ല. റെസ്റ്റോറൻറ്റുകളിൽ പോയി എനിക്കൊപ്പം ചായ കുടിക്കാനുള്ള റേറ്റ് 30,000 ആണ്. അത് ഞാൻ അപ്പീൽ വെച്ചിട്ടുണ്ട്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു യുകെയിൽ നിന്നും കാനഡയിൽ നിന്നും ആൾക്കാർ വിളിക്കാറുണ്ട്. ആപ്പിൽ പോയി സബ്സ്ക്രിപ്ഷൻ എടുക്കാനാണ് അവരോട് ഞാൻ പറയാറുള്ളത്. ഞാൻ വീഡിയോസും ഫോട്ടോസും പോസ്റ്റ് ചെയ്യുന്നത് തള്ള എന്നാണ് കമൻറ്റ് വരാറുള്ളത്. എനിക്ക് 37 വയസ്സ് മാത്രമേ ഉള്ളൂ. മനസ്സുകൊണ്ട് എനിക്ക് 15 വയസ്സാണ്. ബിക്കിനി ഫോട്ടോഷൂട്ട് ചെയ്തതിൽ എന്നെ ആരും ഇതുവരെ തല്ലിയിട്ടില്ല. പ്രൈവറ്റ് പ്ലേസ് കണ്ടെത്തുന്ന ഗ്ലാമറസ് ഫോട്ടോഷൂട്ട് നടത്താറുള്ളതെന്നും ഗൗരി സിജി പറഞ്ഞു. നടൻ ദിലീപിൻ്റെ സവാരി എന്ന സിനിമയിൽ ഗൗരി അഭിനയിച്ചിട്ടുണ്ട്. അതിലെ കഥാപാത്രത്തെ ഗൗരി എന്നാൽ സിജി എന്ന് സ്വന്തം പേരോടൊപ്പം പിന്നീട് ചേർക്കുകയും ചെയ്തു.